നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടൊരു ദിവസം ഇവിടെ വന്നതും ഇവിടെ കാണിച്ചു കൂട്ടിയതെന്നൊക്കെ ഞാൻ അറിഞ്ഞു. നിന്നോട് എൻ്റെ അച്ഛനും അനിയമ്മനും പറഞ്ഞല്ലേ ഇവിടെ വരരുതെന്ന്. പിന്നെന്തിനാ നീ വന്നേ? ഇവൾ ആരെ പോലെ അമ്മ ഇരിക്കുന്നേ? ആതിരേന്റി പോലെയാണോ? അതൊക്കെ കുറച്ചുകൂടെ വളർന്നാലേ പറയാൻ പറ്റൂ. ഇപ്പൊ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. നീ ജനിച്ചപ്പോ എല്ലാവരും പറഞ്ഞത് എന്നെ പോലെയാണെന്നാ. എന്നിട്ട് എന്റെ ഗ്ലാമർ ഒന്നും നിനക്ക് കിട്ടിയില്ലല്ലോ. ശരിക്കും ഞാൻ ആരെ പോലെ ഇരിക്കുന്നത്? നിനക്കേ എന്റെ സുഭദ്രാപ്പച്ചിയുടെ ചായ. അയ്യേ, ആ ആണടാ. ആ ഇപ്പൊ വയസ്സായിന്നേ ഉള്ളൂ. നല്ല പ്രായത്തിൽ നീ അവരെ കാണായിരുന്നു. എന്ത് ഗ്ലാമർ ആയിരുന്നു എന്നറിയോ? നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ? മോളെ ഒന്ന് കുളിപ്പിച്ച് ഒരുക്കായിരുന്നു. പതുക്കെ. നീ അവിടെ നിൽക്ക്. മീരേ, നീ കുഞ്ഞിനെയും ആവണിമോളെ വിളിച്ചോണ്ട് അകത്തു പോ. നീ എവിടുന്നാ വരുന്നത്? നിന്നെ എവിടെ വെച്ചാ സച്ചി കണ്ടതെന്ന? ധനുഷിന്റെ അടുത്ത് വെച്ച്. നീ എന്നോട് എന്തു പറഞ്ഞാ പുറത്തു പോയത്? എന്നോട് കള്ളം പറഞ്ഞ് എന്നെ പറഞ്ഞു പറ്റിച്ചിട്ട് നീ എന്തിനവനെ കാണാൻ പോയിന്ന്? സത്യം പറഞ്ഞ അച്ഛൻ എന്നെ വിടുവായിരുന്നോ? അതുകൊണ്ട് കള്ളം പറഞ്ഞ് പറ്റിക്കുന്നോടി. എന്നെ തല്ല്. അതായിട്ട് ഇനി എന്തിനാ കുറയ്ക്കുന്നേ? സച്ചേട്ടൻ ധനുഷിനെ തല്ലി, എന്നെ അച്ഛൻ തല്ല്. തല്ലി അനുസരിപ്പിക്കാനാണെങ്കിലേ അത് നടക്കില്ല. ഞാൻ തക്കം കിട്ടുമ്പോഴൊക്കെ അവനെ പോയി കാണും, സംസാരിക്കും. ആരും തടയാൻ നിൽക്കണ്ട. തടഞ്ഞാലും ഞാൻ പോവും. അങ്ങനെ നീ പോകുന്നെങ്കിൽ ഇന്ന് നടന്ന തന്നെ വീണ്ടും സംഭവിക്കും. ഇനി സംഭവിക്കുന്നതിന്റെ അന്ന് അവന്റെ കൈയും കാലും ഞാൻ തല്ലി ഓടിക്കും. എളുപ്പമാണല്ലോ സച്ചേട്ടനത്. എന്റെ ഏട്ടനെന്നുള്ള പരിഗണനയും ബഹുമാനമൊക്കെ അവനുള്ളതുകൊണ്ട് അവൻ തിരിച്ചൊന്നും ചെയ്യില്ല. അപ്പൊ പിന്നെ എന്തു ആവാലോ. സ്നേഹേ, കുറച്ച് ദിവസമായി നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ തുടങ്ങിയിട്ട്. ഇവിടെ ആർക്കും അവനെ ഉപദ്രവിക്കണോ എന്നില്ല. ശരിക്കും അവനെ അല്ല, നിന്നെയാ തല്ലേണ്ടത്. നീ അവനെ കാണാൻ അങ്ങോട്ട് ചെല്ലുന്നത്. എന്നെ ധനുഷിനെ ഇനി കൊല്ലൂന്ന് പറഞ്ഞാലും ശരി, ഞാൻ അവനെ കാണാൻ പോവും. അത് 3 തരവാ. നീ പോവില്ല. ഇനി നീ അവനെ കാണില്ല. ഞാനാ പറയുന്നത്. അതിനെന്താ വേണ്ടെന്ന് എനിക്കറിയാം. വാടി വാടി ഇങ്ങോട്ട് വരാൻ. ഇനി എങ്ങനെ അവനെ കാണുമെന്ന് എനിക്കൊന്ന് അറിയണം. സച്ചേട്ടാ, സച്ചേട്ടാ, കഥ തുറക്ക് സച്ചേട്ടാ, സച്ചേട്ടാ, സച്ചേട്ടാ. എന്നെ പൂട്ടിട്ട് ജയിക്കാൻ പറ്റില്ലെന്ന് എന്റെ ഏട്ടത്തിന്ന് പറയുന്നവരോട് പറഞ്ഞേക്ക്. സച്ചേട്ടാ. ഇനി അവള് ആ മുറിക്ക് പുറത്തിറങ്ങാൻ നോക്കേണ്ടത് അർച്ചനയാ. ഒരു കാരണവശാലും ധനുഷിന്റെ അടുത്തേക്ക് അവളെ വിടരുത്, കേട്ടല്ലോ?
ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടൊരു ദിവസം ഇവിടെ വന്നതും ഇവിടെ കാണിച്ചു കൂട്ടിയതെന്നൊക്കെ ഞാൻ അറിഞ്ഞു. നിന്നോട് എന്റെ അച്ഛനും അനിയമ്മനും പറഞ്ഞല്ലേ ഇവിടെ വരരുതെന്ന്. പിന്നെന്തിനാ നീ വന്നേ? നന്ദേട്ടാ, ഏ? എന്റെ അനിയത്തിന്റെ കണ്ണീര് കണ്ട് കുറച്ച് സഹതാപം തോന്നിയെന്ന് കരുതി എന്ത് തോന്നിയ അവസരം കൂട്ടി നിൽക്കുമെന്നാണ് നിന്റെ ധാരണയെങ്കിൽ അത് നീ അങ്ങ് കളഞ്ഞേക്കും. നിന്റെ കൈയും കാലും അടിച്ചൊടിച്ച് എനിക്ക് അറിയിച്ചിട്ടില്ല. അതിന്റെ നാണക്കേട് എന്റെ അനിയത്തിക്കും ഈ കുടുംബത്തിന് തന്നെ ആയതുകൊണ്ടാ. മറ്റാരെങ്കിലും കാണുന്നതിന് മുമ്പ് നീ പോ. മേലിൽ ഇതുപോലൊരു സാഹചര്യത്തിൽ നിന്നെ കണ്ടാൽ തൊലച്ചു കളയും നിന്നെ ഞാൻ. ഇറങ്ങിപ്പോടാ. ഞാൻ വന്നത് സ്നേഹയെ കാണാനല്ലെന്ന് പറഞ്ഞാൽ നന്ദേട്ടൻ വിശ്വസിക്കില്ല. എങ്കിലും ഞാനൊരു സത്യം പറയാം. ഞാൻ വന്നത് നന്ദേട്ടനെ കാണാനാ. ധനുഷേ, നിന്നെ ഒരു തവണ വിശ്വസിച്ചു എന്ന് കരുതി നീ വീണ്ടും വീണ്ടും എന്നെ മണ്ടനാക്കാൻ നോക്കരുത്. നിന്നെ വിശ്വസിച്ചതിന്റെ ഫലമാ സ്നേഹം ഉൾപ്പെടെ ഈ വീട്ടിലുള്ളവരെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ വിശ്വസിക്കണം നന്ദേട്ടാ. എന്ത് വിശ്വസിക്കാൻ? നീ ഇപ്പൊ വന്നത് എന്നെ കാണാനാണെന്നോ? അതിന് നീ മതിലാടിയാണോടാ വരുന്നത്? അത് പേടിച്ചിട്ടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.